Hi, hello friends, ഞാൻ അനിൽഡയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന നല്ലൊരു ബിസിനസ് അവസരവുമായിട്ടാണ്. അതായത് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ 3 ബിസിനസ് അവസരങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ₹1 പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് അവസരവുമുണ്ട്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബിസിനസ് ഡീറ്റെയിൽസ് ഒക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അതുകൂടാതെ ലൈസൻസുകളും എടുത്തു കൊടുക്കുന്നുണ്ട്. ലൈസൻസ് എടുക്കുന്ന വർക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ബിസിനസിന്റെ ലൈസൻസ് എടുക്കണമെങ്കിൽ ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന റെച്ചീസ് ഹോംമെയ്ഡ് എന്ന സ്ഥാപനത്തെയാണ്. നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള രശ്മി മാം തന്നെയാണ് ഈ ഒരു സ്ഥാപനം നടത്തുന്നത്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സോപ്പുകളാണ് ഇവരുടെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ സൺസ്ക്രീന്, അതുപോലെ തന്നെ ബോഡി ലോഷൻ എല്ലാം ഇവരുടെ പ്രോഡക്റ്റുകളായിട്ട് വരുന്നുണ്ട്. എനിക്ക് രശ്മി മാം പ്രോഡക്റ്റുകൾ അടങ്ങിയിട്ടുള്ള പാക്കറ്റ് അയച്ചു തരികയുണ്ടായി. സത്യം പറഞ്ഞാൽ അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ടായിരുന്നു. അതായത് ആ പ്രോഡക്റ്റുകൾക്കൊക്കെ വളരെ നല്ലൊരു മണം തന്നെയാണുള്ളത്. വളരെ നല്ല രീതിയിലാണ് അതിൻ്റെ പാക്കിംഗ് വരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സോപ്പുകളാണ് മേഡത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാംഗോ ബട്ടർ സോപ്പ്, റെഡ് വൈന്, ജാസ്മിൻ ഫ്ലവർ ഉപയോഗിച്ചിട്ടുള്ള സോപ്പ്, ഓറഞ്ച് ഹണി സോപ്പ്, ചാർക്കോൾ സോപ്പ്, അൽമോണ്ട് സോപ്പ്, പപ്പായ സോപ്പ്. നമ്മൾ പപ്പായ ഫേഷ്യലൊക്കെ ചെയ്യാറുണ്ടല്ലേ, അപ്പോൾ അതുപോലത്തെ നമ്മുടെ പപ്പായ സോപ്പ്, അതുപോലെ കോക്കനട്ട് മിൽക്ക് ഉപയോഗിച്ചിട്ടുള്ള സോപ്പ്, ഡോങ്കി മിൽക്ക് ഉപയോഗിച്ചിട്ടുള്ള സോപ്പ്. അതായത് നമ്മൾ കഴുതപ്പാല് ഒരുപാട് സ്കിൻ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം ക്ലിയോപാട്ര ഡെയിലി കുളിച്ചുകൊണ്ടിരുന്നത് പോലും ഇത്തരത്തിലുള്ള ഡോങ്കി മിൽക്കിലായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടുള്ള സോപ്പും അവൈലബിൾ ആണ്. അത് തീർച്ചയായിട്ടും നല്ലൊരു സോപ്പ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ കുക്കുംബർ സോപ്പ്, അതുപോലെ കോഫി സോപ്പ്, അതുപോലെ ഗോട്ട് മിൽക്ക്, അതായത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സോപ്പുകൾ അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഒരു റെഡ് വൈൻ സോപ്പാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ഇതൊരു റെഡ് വൈൻ സോപ്പാണ്. ഒരു ഹാർട്ട് ഷേപ്പിലാണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഡോങ്കി മിൽക്ക് സോപ്പ്. ഇത് നമ്മുടെ കഴുതയുടെ പാല് വെച്ചിട്ടുള്ള സോപ്പാണ് ഡോങ്കി മിൽക്ക് സോപ്പ്. അതുപോലെ തന്നെ ഇത് കുക്കുംബർ സോപ്പാണ്. ഇതാണ് നമ്മുടെ ഓറഞ്ചും ഹണിയും വെച്ചിട്ടുള്ള സോപ്പ്. ഇത് നമ്മുടെ പപ്പായ സോപ്പാണ്. അത്തരത്തിലുള്ള ഒരുപാട് സോപ്പുകൾ ഇത് വീഡിയോയിൽ കാണിക്കുമ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. ഇത് ശരിക്കും അട്രാക്റ്റീവ് ആയിട്ടുള്ള സോപ്പ് തന്നെയാണ് കേട്ടോ. ഇത് നമ്മുടെ റോസ്, അതായത് നമ്മുടെ റോസാപ്പൂ ഉപയോഗിച്ചിട്ടുള്ള സോപ്പുകളാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് സോപ്പുകളുണ്ട്. എനിക്ക് വീഡിയോയിൽ ഫുൾ കാണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല പ്രോഡക്റ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഒരു ബിസിനസ് അവസരമാക്കി മാറ്റാനായിട്ട് സാധിക്കുക, എങ്ങനെയാണ് നമുക്ക് ഈ റിച്ചീസ് ഹോംമെയ്ഡിന്റെ കൂടെ ചേർന്നിട്ട് ഈ ഒരു ബിസിനസ്സിൽ പങ്കാളികളാകാനായിട്ട് സാധിക്കുക എന്നാണ് ഞാൻ ഇനി നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് 3 രീതിയിൽ ഈ ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ബിസിനസ് റീസെല്ലിംഗ് ബിസിനസ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് യാതൊരു എമൗണ്ടും ഇല്ല എങ്കിൽ നമുക്ക് റീസെല്ലിംഗ് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ മേഡത്തിനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ താഴെ നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പർ വാട്സാപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ സോപ്പിന്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ബ്രോഷറൊക്കെ മേഡം ഷെയർ ചെയ്ത് തരും. അതിനുശേഷം നിങ്ങളത് സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിച്ച് പബ്ലിസിറ്റി നൽകുക. അപ്പോൾ ഏതെങ്കിലും ഒരു കസ്റ്റമർ നിങ്ങൾക്ക് ഓർഡർ തരികയാണെങ്കിൽ നിങ്ങൾ മേഡത്തിനെ അറിയിച്ചാൽ തീർച്ചയായിട്ടും മേഡം ആ ഒരു കസ്റ്റമറിന് പ്രോഡക്റ്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സോപ്പ് കിട്ടുന്നത് ഒരു ₹30, ₹40 ആ ഒരു റേറ്റിലാണ് എങ്കിൽ നിങ്ങൾക്കത് MRP ₹60, ₹70 വിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എത്ര രൂപയാണോ ആ ഒരു കൂട്ടി ഫിക്സ് ചെയ്ത്, അതിന് നമ്മൾ മാർജിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര രൂപയാണോ മാർജിൻ ഇട്ടത് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം മേഡം തന്നെ പ്രോഡക്റ്റ് അയച്ചു കൊടുത്തോളും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് മേഡത്തിന്റെ അക്കൗണ്ടിലോട്ട് ആ ഒരു പേയ്മെന്റ് വാങ്ങാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ പേയ്മെന്റ് വാങ്ങിയ ശേഷം എത്ര രൂപയാണ് നിങ്ങൾ മേഡത്തിന് അയച്ചു കൊടുക്കേണ്ടത് ആ ഒരു എമൗണ്ട് നിങ്ങൾ നൽകിയാൽ മതിയാവും. ഈ ഒരു റേറ്റ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് മേഡത്തിന്റെ കയ്യിൽ നിന്ന് സോപ്പിന്റെ ഡീറ്റെയിൽസ് വാങ്ങിച്ച് ഓരോ സോപ്പിനും ഇപ്പൊ മേഡം പറയുന്നത് ₹30 എങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ റേറ്റ് കൂട്ടിയിട്ടിട്ട് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് സോഷ്യൽ മീഡിയകൾ വഴി വിൽക്കാനായിട്ട് സാധിക്കും. എത്ര രൂപയാണോ നിങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള റീസെല്ലിംഗ് ബിസിനസ് തന്നെയാണ്. ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയം മാത്രമാണ് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ₹1 പോലും ചെലവില്ലാതെ നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്ത് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് മാർക്കറ്റ് സ്റ്റഡി ചെയ്യാനും സാധിക്കും. അതായത് ഒരുപാട് ആളുകൾ ട്രെയിനിങ് ഒക്കെ എടുത്ത ശേഷം സ്വന്തമായിട്ട് സോപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു ചെലവ് നമ്മൾ ചെലവാക്കുന്നതിന് മുമ്പ് ഈ രീതി ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു വഴി എന്ന് വെച്ചാൽ നമ്മൾ ഹോൾസെയിലായിട്ട് വാങ്ങിച്ച് റീറ്റെയിലായിട്ട് വിൽക്കുക എന്നുള്ളതാണ്.
അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സ്വന്തമായിട്ട് ഷോപ്പ് ഉള്ളവരുണ്ട്, അതുപോലെ തന്നെ ഡോർ ടു ഡോർ സെയിൽ ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ നമ്മൾ വഴിയോരങ്ങളിൽ വിൽക്കുന്നവരുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മേഡത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ പ്രോഡക്റ്റുകൾ ഹോൾസെയിലായിട്ട് വാങ്ങിച്ച്, അതായത് ബൾക്കായിട്ട് വാങ്ങിച്ച് ഷോപ്പുകളിലും അതുപോലെ തന്നെ നമുക്ക് ഡോർ ടു ഡോർ എന്ന രീതിയിലല്ല റീറ്റെയിലായിട്ട് നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നോർമലായിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് പോലെ പ്രോഫിറ്റ് കിട്ടും. അതായത് നമ്മൾ എത്ര രൂപയാണോ ആ ഒരു മാർജിൻ വരുന്നത്, അതായത് ഹോൾസെയിലായിട്ട് വാങ്ങിച്ച് നമ്മൾ MRPക്ക് വിൽക്കുമ്പോൾ ആ ഒരു ഡിഫറൻസ്, അതായത് ആ ഒരു മാർജിൻ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഈ സോപ്പിന്റെ എല്ലാം റേറ്റ് എനിക്ക് വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ മേഡത്തിനെ സമീപിക്കുകയാണെങ്കിൽ ഈ പ്രോഡക്റ്റുകളുടെ ഹോൾസെയിൽ റേറ്റും അതുപോലെ തന്നെ MRPയും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമതൊരു രീതി എന്ന് വെച്ചാൽ റീപാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട് സ്വന്തം ബ്രാൻഡിൽ വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യണമെന്നുള്ളത്. അതായത് നമ്മൾക്കിപ്പോൾ ഈ ഒരു സോപ്പ് കിട്ടുന്ന റിച്ചീസ് ഹോം മെയ്ഡ് എന്നൊരു രീതിയിലാണല്ലോ. അപ്പോൾ അതിനെ നമുക്ക് നമ്മുടെ ബ്രാൻഡാക്കി മാറ്റാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രോഡക്റ്റുകൾ നമുക്ക് ലൂസായിട്ട് ഹോൾസെയിലായിട്ട് മേഡത്തിൻ്റെ കയ്യിൽ നിന്ന് പാക്ക് ചെയ്യാതെ വാങ്ങാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മുടെ ബ്രാൻഡ് നെയിമിൽ നമുക്ക് പാക്ക് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ ബ്രാൻഡ് നെയിമിൽ പാക്ക് ചെയ്ത പ്രോഡക്റ്റുകൾ നമുക്ക് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിൽ, സൂപ്പർ മാർക്കറ്റുകളിൽ എല്ലാം നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സോപ്പ് അങ്ങനെയുള്ള പ്രോഡക്ട്സുകളുടെ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയൊരു ബിസിനസ് അവസരം തന്നെയാണിത്. നമുക്ക് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ 100% ഉറപ്പ് പറയാനായിട്ട് സാധിക്കും. നല്ല മണവും നല്ല ഷേപ്പും അതുപോലെ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ തന്നെയാണ് കേട്ടോ. നമുക്കൊരിക്കലും ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ഡോങ്കി മിൽക്ക് സോപ്പ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താലും നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒരുപാട് വെറൈറ്റി പ്രോഡക്റ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ആഗ്രഹമുള്ളവർ ഈ ബിസിനസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ നല്ല പുതിയ ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.